Hello guys, welcome back to my YouTube channel Dot from Universe. Hope you guys all are going very good. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതുപോലെ തന്നെ വീഡിയോ നമ്പർ കാണുന്നതാണ്, വാട്സപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ മോസ്റ്റ്ലി റീഡിങ് ഇടുന്നതിൻ്റെ എന്താ പറയുക, റീഡിങ് ഇടുന്നവർക്കാണെങ്കിൽ പോലും മിക്ക ആൾക്കാർക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരുന്ന ആൾക്കാർക്കാണെങ്കിലും ഞാൻ കൂടുതലും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ട്രയാങ്കിളാണ്. ഓക്കെ, ലവ് ട്രയാങ്കിൾ മീൻസ് നമ്മൾ അത്രത്തോളം സ്നേഹിച്ച് ഒരാളെ കൊണ്ട് നടന്നിട്ട് പ്രതീക്ഷിക്കാതെ അയാളുടെ ഒരു നേച്ചർ മാറുകയും അയാൾ വേറൊരു വ്യക്തിക്ക് സ്വന്തമാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷൻ ഇല്ലേ, ആ ഒരു ഇതാണ് ഞാൻ കൂടുതലും കാണുന്നത്. അത് കുറച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സമയത്ത് അത് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾക്ക്, ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾക്ക്, കാരണം അവർക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഫേസ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതിന് ഒരു കാരണം എന്നാന്ന് വെച്ചാൽ എങ്കിൽ മാത്രം അവർക്ക് നെക്സ്റ്റ് ഒരു സ്റ്റേജിൽ അവിടെ ഒരു പുതിയ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കാരണം വേറൊരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് യൂണിവേഴ്സ് തരുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് ഒരു സൈക്കിൾ വരുന്നത് അതിലും വലിയ വലിയ ആൾക്കാരെയാണ് നിങ്ങളുടെ ലൈഫിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. ബൈ റിലേഷൻഷിപ്പ് അല്ല പറയുന്നത്, എന്ത് കാര്യമാണെങ്കിലും. ഓക്കെ, അതിനും കൂടെ ഒരു മുന്നോടിയാണ് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ്, കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കാശുപരമായിട്ടുള്ള കാര്യം തന്നെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ഭാവിയിൽ അത്രത്തോളം കാശ് നിങ്ങളെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാവായിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് യൂണിവേഴ്സ് ചിലപ്പോൾ ചെറിയ ആൾക്കാർക്ക് ചെറിയ രീതിയിലാണെങ്കിൽ പോലും ക്യാഷിൻ്റെ പ്രശ്നത്തിൽ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു ലെസൺ തരുന്നത്. ആൾക്കാർക്ക് എങ്ങനെ കാശ് കൊടുക്കാം, കാശ് കൊടുക്കാൻ പാടില്ല, ആൾക്കാർ എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഇതിലേക്ക് ഞാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാൾക്ക് അടിമപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഭയങ്കര സങ്കടപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് പറയാൻ വോയിസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. പക്ഷേ നമ്മളവിടെ ഒരാൾക്ക് അടിമപ്പെട്ട് നിൽക്കുകയാണെന്ന് നമുക്ക് അറിയാതെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ടന്മാരാക്കും പോലെയാണ്. നമുക്ക് അറിയത്തില്ല നമ്മൾ അവരുടെ ഫ്രണ്ടിൽ ഒരു അടിമയായിട്ട് നിൽക്കുന്നതാണ്, അവർ നമ്മളെ യൂസ് ചെയ്യുന്നതാണെന്ന് അറിയത്തില്ല എന്നുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഇത് തന്നെയാണ് അല്ലേ. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ അറിയത്തില്ല എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന്. ഞാനിപ്പോഴും ഈ ഒരു റീഡിങ്ങിൽ കാണുന്നൊരു കാര്യം പറയുന്ന ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ മുന്നേ ഉള്ള റീഡിങ്ങിലും അത് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റാനായിട്ട് ഭയങ്കരമായിട്ട് പണി ചെയ്ത കുറേ ആൾക്കാരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടിക്ക് കൂടെ നിന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അതിൽ എന്തു പറയാൻ, അതിൽ വീഴുകയും ചെയ്തു, അവരെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്തു. ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി എന്തുമാത്രം പിഴിഞ്ഞെടുക്കുന്നുണ്ട്, അവരിൽ നിന്ന് എന്തൊക്കെ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരെന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇതിലല്ല നിങ്ങളുടെ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അവർക്ക് അറിയാത്തൊരു അവസ്ഥയിലാണ്, അവർ വേറൊരു മായാലോകത്താണ്. ഓക്കെ, നേരത്തെ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് പിന്നെ ആ ഒരു എനർജി തന്നെ കിട്ടുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. കാരണം അവർ നിങ്ങളെപ്പറ്റി ഒന്ന് ആലോചിക്കാൻ പോലും അവർക്ക് ആ ഒരു മൈൻഡ് അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുക. അവർ അവരെ തന്നെ സ്വന്തമായിട്ടൊന്ന് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങളായിട്ട് കുറേ പേരൊക്കെ നിങ്ങളായിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരുണ്ട്. അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി കാരണം ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കുറേ പേർക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും, കർമ്മപരമായിട്ട് ഇങ്ങനെ ഉണ്ടാവും, ഡെഫിനറ്റ് ആയിട്ട് ഇതൊക്കെ അയാൾക്ക് ഉണ്ടായിട്ട് അയാളുടെ തിരിച്ചു വരും എന്ന് ഇൻറ്റ്യൂട്ടീവ്ലി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, ഒരിടയ്ക്ക് കുറേ ഇൻറ്റ്യൂഷനൊക്കെ ബ്രേക്ക് ആയിട്ട് പോയിരുന്ന ഒരാൾക്കാരുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഇതിൽ തന്നെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വിഷമിച്ച് സങ്കടപ്പെട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിച്ച് നിന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങളെ തന്നെ സ്റ്റേജ് കുറച്ച് ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ തിരിച്ച് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് എങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ, ആ ഒരു പേഴ്സൺ ഇപ്പം ഒരു എന്താ പറയുന്ന ഒരു ജയിലിൻ്റെ അകത്തകപ്പെട്ട ഒരു അവസ്ഥയാണോ അതോ കൂട്ടിലടച്ച കിളിയാണോ അതെങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയത്തില്ല. അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഡേ ബൈ ഡേ. അവരിതൊക്കെ റിയലൈസ് ചെയ്യുന്ന ഒരു സമയം വരും.
ഓക്കെ, അധികം താമസിക്കാതെ അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയം. കാരണം ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആണെങ്കിൽ പോലും അതിനൊരു ടൈമുണ്ട്. ഓക്കെ, അത് ഒരുപാട് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും വഴി ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്, നിങ്ങളുടെ കണ്ണിൽ ദൈവം കാണുന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന് നിങ്ങൾക്കൊരു നീതി ലഭിച്ചിരിക്കും. നീതി ലഭിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ അതിനുള്ള ഒരു പ്ലാനിങ്ങും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവുകയോ നിങ്ങളുടെ പേഴ്സണെ പറ്റി സ്ട്രെസ് ആവുകയോ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ചിലവർക്ക് അങ്ങനെ കാണത്തില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്കുള്ളൊരു ബ്ലെസ്സിങ് ആണെങ്കിൽ പോലും താമസിക്കാതെ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ എന്തുമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വിഷമിച്ചോ, നിങ്ങൾ എന്തുമാത്രം ജീവിതത്തിൽ ഈ ഒരു പേഴ്സണെ അടിച്ചു താത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ വേദന നിങ്ങൾ കൊണ്ടിട്ടുണ്ടോ, അതിൽ നിന്നൊക്കെ വളരെയധികം നിങ്ങൾ മുന്നേറി വന്ന് നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട്, അവിടെ ഒരു ഹാപ്പിനെസ് ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിലവിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതുകൊണ്ട്. കാരണം അവർക്ക് അറിയത്തില്ല. നിങ്ങളിപ്പോൾ ഒരു ടെക്സ്റ്റ് ചെയ്താലോ ഒരു മെസ്സേജ് ചെയ്താലോ അതിന് ഓക്കെ അവളെ അയച്ചു അങ്ങനെയുള്ള ലാഘവം മാത്രമേ അവർക്ക് കാണത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം അവൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്യിച്ചല്ലോ, അല്ലെങ്കിൽ അവൻ എനിക്ക് മെസ്സേജ് ചെയ്യിച്ചല്ലോ, എന്നാ ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടേ എന്നുള്ള ഒരു ചിന്തയൊന്നും അവർക്കില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് മൈൻഡ് അങ്ങനെ പോലും ഇല്ല. ഒരു പേഴ്സൺ വന്നു എനിക്ക് മെസ്സേജ് അയച്ചു, ഓക്കെ. കാരണം അങ്ങനത്തെ രീതിയിലാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ ഒരു പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കാണുന്നത്. അത്രത്തോളം അവർക്ക് അറിയത്തില്ല, ഒന്നും ചിന്താശേഷിയില്ല. ഈ കുട്ടികളുടെ ഒരു ഇത് പറയത്തില്ലേ, അവരിപ്പോഴും തിരിച്ച് ഒരു ചൈൽഡ്ഹുഡിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ. ഓക്കെ, ഈ തേർഡ് പാർട്ടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യലി ഇവരെ കൊണ്ട് ആവശ്യമുണ്ട്. തേർഡ് പാർട്ടി നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുള്ള ആവശ്യം, ഇവരെ കൊണ്ട് എങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ ഇവരെ കൊണ്ടുള്ളതെല്ലാം കഴിഞ്ഞിട്ട് തേർഡ് പാർട്ടി നൈസായിട്ട് മേ ബി ഒരു പേഴ്സണെ കൂടെ നിർത്തും, അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുക്കാത്ത രീതിയിലാക്കും. ഓക്കെ, ഒരു വാല്യൂം കൊടുക്കാത്ത രീതിയിൽ തേർഡ് പാർട്ടി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് കുറച്ചും കൂടെ കൂടുതലായുള്ളൂ. ഇപ്പോൾ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു മാസ്ക് ഇട്ടിട്ടുണ്ട്, ഒരു സ്നേഹം ആക്ട് ചെയ്ത് വല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർക്കുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ചും കൂടെ കഴിയുന്ന സമയത്ത് ആ ഒരു മാസ്കും എല്ലാം പോവുകയും ചെയ്യും, സ്നേഹവും അവിടെ കാണിക്കത്തില്ല. അവർക്ക് ഒരു മൊത്തത്തിൽ ഇപ്പോൾ നിങ്ങളുടെ തേർഡ് പേഴ്സൺ അല്ല നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലാവും ഞാനിവിടെ ഒരു അടിമ പോലെയാണ് നിൽക്കുന്നത്. ആ ഒരു കാര്യത്തിലേക്കാണ്, ആ ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, അത്രത്തോളം അവസ്ഥ ഇതാണ്. അപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് തേർഡ് പാർട്ടി നിങ്ങളുടെ ഒരു പേഴ്സണെ ടോട്ടലി റിലേഷൻ വിടുന്നല്ല പറയുന്നത്. ആ ഒരു പേഴ്സൺ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, അങ്ങനത്തെ ഒരു ഇതിൽ പിടിച്ചു വയ്ക്കാൻ എന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് വിടത്തുമില്ല. അങ്ങനത്തെ ഒരു ഈഗോയും ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങളത്തേക്ക് വിടത്തുമില്ല. ഈ ഒരു പേഴ്സൺ ഇങ്ങനെ തട്ടിക്കളിക്കും നിങ്ങളുടെ ഒരു വ്യക്തിയെ. ആ ഒരു സമയത്താണ് വൺസ് റിയലൈസ് ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ മാറുമ്പോൾ. ഓക്കെ, ആ ഒരു ടൈമിൽ മാത്രമേ വ്യക്തിക്ക് മനസ്സിലാവുകയുള്ളൂ ഞാൻ എന്തായിരുന്നു ഏതായിരുന്നു, എനിക്ക് ഇത്രയും നാളെന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളൊരു റിയലൈസേഷനിൽ അവരെത്തുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വ്യക്തി ചിലവർക്ക് അറിയാനുള്ളൊരു ഇത് ക്യൂരിയോസിറ്റി ഒക്കെ കാണുമായിരിക്കും. ഈ ഒരു പേഴ്സണിന്റെ നിലവിലെ അവസ്ഥ അവിടെ എന്താണ്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം, അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർ വെറുതെ ഇത് തന്നെ ആലോചിച്ച് സ്ട്രെസ്സായിട്ട് ടെൻഷനായിട്ട് ചിരിക്കരുത് എന്നാണ് ഞാൻ പറയാനുള്ളത്. കാരണം അവർക്ക് കിട്ടേണ്ട പണി അവർക്ക് കിട്ടും. ഏതാണ്ട് അവർക്ക് കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അവർക്കത് മനസ്സിലായിട്ടില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണെന്ന്. ആ ഒരു ടൈമിൽ അവർ റിയലൈസ് ചെയ്യും നിങ്ങളുടെ വർത്ത് എന്താണെന്ന്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഒരു ഗൈഡൻസ് നമുക്ക്. ഓക്കെ, നല്ലപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പിടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ തേർഡ് പാർട്ടിയുടെ കൂടെ എനിക്ക് തോന്നുന്നു ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട്. പ്രശ്നം മീൻസ് സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി ഇങ്ങനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളൊരു പേഴ്സണെ പിടിച്ചു വയ്ക്കാനായിട്ട്. ഓക്കെ, ഹെൽത്ത് വൈസ് ഇഷ്യൂ ഉള്ള ആൾക്കാരൊക്കെ ഉള്ളതല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളാദ്യം നിങ്ങളുടെ ഹെൽത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് വേറൊന്നും ചെയ്യരുതെന്നാണ് എനിക്കിപ്പോൾ നിലവിൽ പറയാം. ഹെൽത്തിൽ വൈസ് കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടല്ല ബാക്കി നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻ വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി
തേർഡ് പാർട്ടി, അതായത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ പറ്റി നിങ്ങൾ തൽക്കാലം ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അവിടെ തേർഡ് പാർട്ടി ആ ഒരു വലയത്തിൽ മൊത്തത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സമയം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ അത്ര നല്ല സമയമല്ല. ഈ ഒരു സമയം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, കാരണം ഒരുപാട് ഈ ഒരു പ്രശ്നം കാരണം തന്നെ ഒരുപാട് പേര് സ്ട്രെസ്സായിട്ട് BP കുറഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള കാര്യമൊക്കെ മനസ്സിൽ നിന്ന് വിടുക. ഈ ഒരു കാര്യം അതിൻ്റെ ഒരു ഫ്ലോയിലേക്ക് അങ്ങ് വിടുക. അത് സമയമാവുന്ന സമയത്ത് പണി കിട്ടും. അവർ നിങ്ങളുടെ ഒരു വെറുത്ത് മനസ്സിലാക്കും, തിരിച്ചു വരും. അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് മെയിനായിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആരോഗ്യം കുറച്ചും കൂടെ തൃപ്തിപ്പെടുത്തുക, മെച്ചപ്പെടുത്താൻ വേണ്ടി നോക്കുക. ഓക്കെ, അതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. താങ്ക്